സംസ്ഥാനത്ത് ഇന്ന് പരക്കെ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അലക്സ് റാം മുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. അലക്സ്, അപ്പോൾ സാമാന്യം ഭേദപ്പെട്ട കുറച്ച് ശക്തമായ മഴ പ്രതീക്ഷിക്കണം ഈ മണിക്കൂറുകളിൽ, അല്ലേ? ഹാഷ്മി, തീർച്ചയായും അത് ഇന്നുകൂടി സംസ്ഥാനത്ത് അത്തരത്തിൽ പരക്കെ, അതായത് വ്യാപകമായി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ പത്തനംതിട്ടയിലും ഇടുക്കിയിലും കണ്ണൂരിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 3 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി 11 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. വ്യാഴാഴ്ച വരെ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. നാളെ 8 ജില്ലകളിലും വ്യാഴാഴ്ച 9 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും വടക്കൻ കേരളത്തിലെ ചില ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനാൽ ജാഗ്രത തുടരേണ്ടതുണ്ട്. കോഴിക്കോട് നിന്ന് നേരത്തെ മെസ്സേജ് അയച്ച ആ സുഹൃത്ത് പറഞ്ഞതുപോലെ വടക്കൻ കേരളത്തിൽ മഴ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണം. അതുമാത്രമല്ല, ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ആ വിലക്ക് കർശനമായി തന്നെ തുടരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ, ആ മേഖലയിലെ തീരമേഖലയിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടി ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. ഹാഷ്മി. അലക്സ് റാം മുഹമ്മദാണ് മഴ മുന്നറിയിപ്പിന്റെ വാർത്ത നൽകിയത്.